കണക്ഷൻ ആവണില്ല. ഇത് കണക്ട് ചെയ്ത് നോക്കിയിട്ടേ എടുക്കാൻ വേണ്ടിയിട്ട്. Turn right to stay on Medical College Road, then turn left to stay on Medical College Road. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ വാട്ടർ ടാങ്ക് നിലകൊള്ളുന്നത്. ഏകദേശം 1,00,000 മുകളിൽ ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്ക് ആണ്. അപ്പോൾ നമ്മൾ PU ഇഞ്ചക്ഷൻ എന്നൊരു മെത്തേഡ് വെച്ചിട്ടാണ് ഈ ലീക്ക് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഫോസ്ട്രോക്ക് എന്ന കമ്പനിയുടെ W60 UR63 എന്ന 2 പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണ് ഈ ലീക്കേജ് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലീക്കേജ് നമുക്ക് നിർത്തുന്നത് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ വാട്ടർ ടാങ്ക്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്കിൻ്റെ ഒരു രൂപം നമുക്കൊന്ന് കാണിക്കാം. അറൗണ്ട് 10 മീറ്റർ ഡെപ്ത് ഉള്ള ഒരു വലിയ ടാങ്കാണ്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാം അതിലോട്ട് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇറങ്ങി നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഇത് എഞ്ചിനീയർ മിസ്റ്റർ നവാഫ്, ഇത് നമ്മുടെ സലാം ഭായ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇപ്പോൾ നമ്മൾ ടാങ്കിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അതൊന്നും വെരി ഗുഡ്. ലൈറ്റ് വീണു. ലീക്കേജ് ഉള്ള ഭാഗത്ത് ഇഞ്ചക്ഷൻ പാക്കർ ഫിക്സ് ചെയ്ത ശേഷം ഫോസ്ട്രോക്ക് കമ്പനിയുടെ W60 ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം UR63 എന്നുള്ള പെർമനൻറ്റ് ഫോം ഇഞ്ചക്ഷൻ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെ വരുന്ന ആ ലീക്കേജ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം നിലവിലുള്ള ഈ വെള്ളവും അതുപോലെ നമ്മുടെ ഫോമിൻ്റെ അവശിഷ്ടം എന്തെങ്കിലും ഒക്കെ വെള്ളത്തിലായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അടക്കം അവർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കും അവർ പുതിയ വെള്ളം അവിടെ റീലോഡ് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ആ വെള്ളം മാത്രമായിരിക്കും അവർ ആളുകൾക്കെല്ലാം സപ്ലൈ ചെയ്യുക എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുള്ള ആ PU മെറ്റീരിയൽ ഇപ്പോൾ ഓൾറെഡി ഫോം ആയിട്ടുണ്ട്. അതായത് ആ പാക്കർ ഫിക്സ് ചെയ്ത ഭാഗത്തെ ക്രാക്സ്, വോയിഡ്സ്, ഹണികോംസ് എല്ലാം ഓൾറെഡി അത് ഫോം ആയിട്ട് അത് ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെ ഒരു ലീക്കേജ് ഇനി ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഹണികോംസ് ഉള്ള ഒരു സ്ട്രക്ചറായിരുന്നു. അത് ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ 2 പോയിൻറ്റ്സ് ഇത് ഭയങ്കര ക്രിട്ടിക്കൽ 2 പോയിൻറ്റ്സ് എന്ന്. കാരണം ഇതിലൂടെ ആയിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വരുന്ന വീഡിയോ ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗത്ത് ആ താഴത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ആരോടെ മാർക്ക് ചെയ്യാൻ കാണിക്കാം. അവിടെ 2 ഭാഗത്തുനിന്ന് വളരെ വെള്ളം പുറത്തുനിന്ന് വരുന്നുണ്ട്. ഈ ഭാഗമാണ് നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഇപ്പോൾ ആ പാക്കറിൻ്റെ ഉള്ളിൽ കൂടെ ഫോം വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫോമായി ആ വരുന്ന വെള്ളം നിന്നിട്ടുണ്ട്. കാരണം താഴത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒരു തുള്ളി പോലും വെള്ളം ഇപ്പോൾ വരുന്നില്ല. ഞാൻ ചെറുതായിട്ട് ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഈ വലിയ തരത്തിലുള്ള ലീക്കേജ് തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്തതിലൂടെ നമുക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങൾ മുകളിലോട്ട് കയറുകയാണ്. 10 മീറ്റർ ഡെപ്തുള്ള ടാങ്കാണ്. ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല മുകളിലോട്ട് കയറുക എന്നുള്ളത്. ഒന്നാമത് 4 പുറം കമ്പി എല്ലാം ഉണ്ട്. അപ്പോൾ അത് കാരണം പിടിച്ച് പതുക്കെ നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് മുകളിലോട്ട് കയറാനുള്ളത്. അതിൻ്റെ കൂടെ ആ കയറിലും പിടിച്ചിട്ട് കയറുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് മുകളിൽ എത്തിയല്ലേ പറ്റുള്ളൂ. അത് കാരണം രണ്ടും കൽപ്പിച്ച് പേടിയെല്ലാം ഉള്ളിലൊതുക്കി പതുക്കെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇതുപോലെ സ്ട്രക്ചറലായിട്ടുള്ള എന്തെങ്കിലും ഡിഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുവാൻ ഒരു മടിയും കാണിക്കേണ്ട. എല്ലാ തരത്തിലുള്ള സ്ട്രക്ചറൽ റിപ്പയറുകളും ചെയ്യുന്നൊരു കമ്പനിയാണ് ഞങ്ങളുടെ ടെക് ഫാൻസ് വാട്ടർ പ്രൂഫിംഗ് ബിൽഡിംഗ് സൊല്യൂഷൻ എന്ന LLP രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്തതിന് നന്ദി.